ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ഒരു SCRT ചാപ്റ്ററാണ്. 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നാളെയുടെ ജനിതകം. അപ്പോൾ PSCയുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമുക്കറിയാം SCRT പാഠപുസ്തകങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് SCRT പാഠപുസ്തകങ്ങളും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആ ഒരു മെത്തേഡിൽ നിങ്ങളുടെ പഠനം കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റാങ്ക് ലിസ്റ്റിലൊക്കെ പേര് വരാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് കടക്കാം. നാളെയുടെ ജനിതകം. ഓക്കെ, ജനിതക എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കാം. സൂക്ഷ്മജീവികളെയും ജൈവ പ്രക്രിയകളെയും മനുഷ്യന്റെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് അറിയപ്പെടുന്നതാണ് ജൈവ സാങ്കേതിക വിദ്യ അഥവാ ബയോടെക്നോളജി. ഓക്കെ, അപ്പോൾ എന്താണ് ബയോടെക്നോളജി? സൂക്ഷ്മജീവികളെയും ജൈവ പ്രക്രിയകളെയും മനുഷ്യന്റെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണ് ജൈവ സാങ്കേതിക വിദ്യ അഥവാ ബയോടെക്നോളജി. ഈസ്റ്റ് എന്ന പൂപ്പലിനെ ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വർഷം BC 4000 മുതലാണ് കേട്ടോ. ഈസ്റ്റ് എന്ന് പറയുന്ന പൂപ്പലിനെ ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വർഷം BC 4000 മുതലാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഓരോ ചോദ്യവും അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. ജൈവ സാങ്കേതിക വിദ്യയുടെ ആധുനിക രൂപം എന്താണ്? ജനിതക എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, ജൈവ സാങ്കേതിക വിദ്യ അഥവാ ബയോടെക്നോളജിയുടെ ആധുനിക രൂപമാണ് ജനിതക എഞ്ചിനീയറിംഗ്. ജീവികളുടെ ജനിതക ഘടനയിൽ അഭിലഷണീയമായ തരത്തിൽ മാറ്റം വരുത്തി ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും കഴിയുമെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനം എന്ത് തന്നെയാണ്? ജനിതക എഞ്ചിനീയറിംഗ് തന്നെയാണ്. ഓക്കെ, ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും കഴിയുമെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനം ജനിതക എഞ്ചിനീയറിംഗ് ആണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും പ്രയോജനപ്പെടുത്തുന്നത് എന്തിനെയാണ്? എൻസൈമുകളെയാണ് കേട്ടോ. എൻസൈമുകളെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും പ്രയോജനപ്പെടുത്തുന്നത് എന്തിനെയാണ്? എൻസൈമുകളാണ്. ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്നത് എന്താണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. ജനിതക കത്രിക എന്നറിയപ്പെടുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. ജീനുകളെ മുറിച്ചു മാറ്റുകയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ജനിതക കത്രിക എന്നറിയപ്പെടുന്നത് എന്താണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. ഇനി ജീനുകളെ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് ലിഗേസ്. ഓക്കെ, ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ജീനുകളെ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? ലിഗേസ് ആണ്. ജനിതക പശ എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? ലിഗേസ് തന്നെയാണ്. ഓക്കെ, ജനിതക പശ എന്നറിയപ്പെടുന്നത് ലിഗേസ് തന്നെയാണ്. ഒരു കോശത്തിലെ ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കുന്നത് അനുയോജ്യരായ വാഹകരാണ്. ഓക്കെ, ഒരു കോശത്തിലെ ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ്? വാഹകർ. ഓക്കെ, സാധാരണയായി വാഹകരായി ഉപയോഗിക്കുന്നത് ബാക്ടീരിയകളിലെ പ്ലാസ്മിഡ് ആണ്. പ്ലാസ്മിഡ് കേട്ടോ, വാഹകരായി ഉപയോഗിക്കുന്നത് എന്തിനെയാണ്? പ്ലാസ്മിഡ് ആണ്. അടുത്തത് നോക്കാം, ജനിതക എഞ്ചിനീയറിംഗിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ജീൻ തെറാപ്പി, ജനിതക പരിഷ്കാരം വരുത്തിയ മൃഗങ്ങളും വിളകളും, ഫോറൻസിക് പരിശോധന. ജീൻ തെറാപ്പി, ജനിതക പരിഷ്കാരം വരുത്തുന്ന മൃഗങ്ങളും വിളകളും, ഫോറൻസിക് പരിശോധന എന്നിവയാണ് ജനിതക എഞ്ചിനീയറിംഗിന്റെ സാധ്യതകൾ. രോഗത്തിന് കാരണമായ ജീനുകളെ മാറ്റി പകരം പ്രവർത്തനക്ഷമമായ ജീനുകളെ ഉൾപ്പെടുത്തുന്ന ചികിത്സാ രീതിയാണ് ജീൻ തെറാപ്പി. ഓക്കെ, നമുക്ക് എന്തെങ്കിലും രോഗം വരുമ്പോൾ അതിന് കാരണമായിട്ടുള്ള ജീനുകളെ മാറ്റിവെച്ച് പകരം പ്രവർത്തനക്ഷമമായിട്ടുള്ള ജീനുകളെ ഉൾപ്പെടുത്തുന്ന ചികിത്സാ രീതിയാണ് എന്തറിയപ്പെടുന്നത്? ജീൻ തെറാപ്പി എന്നറിയപ്പെടുന്നത്. മനുഷ്യ ജീനോം പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് കേട്ടോ. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് അഥവാ മനുഷ്യ ജീനോം പദ്ധതി എന്ന സംരംഭം തുടക്കം കുറിച്ച വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1990 കേട്ടോ. 1990 മനുഷ്യ ജീനോം പദ്ധതി അഥവാ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് എന്ന സംരംഭം തുടക്കം കുറിച്ച വർഷം. ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിന്റെ സ്ഥാനം DNA-യിൽ എവിടെയാണ് എന്ന് കൃത്യമായി കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയെ പറയുന്ന പേരാണ് ജീൻ മാപ്പിംഗ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിന്റെ സ്ഥാനം
DNA-യിൽ എവിടെയാണ് എന്ന് കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ്. ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവിനെ അറിയപ്പെടുന്നതാണ് ജീനോം. ഓക്കെ, ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തു അറിയപ്പെടുന്നതാണ് ജീനോം. മനുഷ്യ DNA-യിൽ കാണപ്പെടുന്ന പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളാണ് ജങ്ക് ജീനുകൾ. ഓക്കെ, മനുഷ്യ DNA-യിൽ കാണപ്പെടുന്ന പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകൾ അറിയപ്പെടുന്ന പേരാണ് ജങ്ക് ജീനുകൾ. മനുഷ്യ ജീനോമിൽ കാണപ്പെടുന്ന സജീവ ജീനുകളുടെ എണ്ണം എത്രയാണ്? ഏകദേശം 24,000 ആണ് കേട്ടോ. മനുഷ്യ ജീനോമിൽ കാണപ്പെടുന്ന സജീവ ജീനുകളുടെ എണ്ണം ഏകദേശം 24,000 ആണ്. മനുഷ്യ DNA-യുടെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്ന ജീനുകളാണ് ജങ്ക് ജീനുകൾ. ഓക്കെ, നമ്മൾ പഠിച്ചു മനുഷ്യ DNA-യിൽ കാണപ്പെടുന്ന പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളാണ് ജങ്ക് ജീനുകൾ. മനുഷ്യ DNA-യുടെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്ന ജീനുകൾ എന്ത് തന്നെയാണ്? ജങ്ക് ജീനുകൾ തന്നെയാണ്. മനുഷ്യർ തമ്മിലുള്ള DNA-യിലെ വ്യത്യാസം എന്ന് പറയുന്നത് 0.2%. ഓക്കെ, മനുഷ്യർ തമ്മിലുള്ള DNA-യിലെ വ്യത്യാസം 0.2%. മനുഷ്യ ജീനോമിലെ 200ഓളം ജീനുകൾ സമാനമായത് ബാക്ടീരിയയുടേതിനാണ് കേട്ടോ. ബാക്ടീരിയയുടേതിന് സമാനമായ 200ഓളം ജീനുകളാണ്. മനുഷ്യ ജീനോമിലെ 200ഓളം ജീനുകൾ എന്തിനാണ് സമാനമായിട്ടുള്ളത്? ബാക്ടീരിയയുടേതിനാണ് കേട്ടോ. അടുത്തത് മനുഷ്യരിൽ രോഗചികിത്സയ്ക്ക് ഉപയോഗിക്കാവുന്ന പ്രോട്ടീനുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഓരോ രോഗത്തിനും ഉപയോഗിക്കുന്ന പ്രോട്ടീനുകൾ, ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീനുകൾ നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. വൈറൽ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീനുകളാണ് ഇന്റർഫെറോണുകൾ കേട്ടോ. ഇന്റർഫെറോണുകളാണ് വൈറൽ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ. ഇനി പ്രമേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻസുലിൻ ആണ്. പ്രമേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീനാണ് ഇൻസുലിൻ. ഇനി വേദനകൾ വന്നാൽ എന്താണ് ചെയ്യുന്നത്? അതിനുപയോഗിക്കുന്നതാണ് എൻഡോർഫിൻ. ഓക്കെ, എൻഡോർഫിൻ ആണ് വേദനയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് എൻഡോർഫിൻ. അടുത്തത് വളർച്ചാ വൈകല്യങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ് സൊമാറ്റോട്രോപ്പിൻ. ഓക്കെ, സൊമാറ്റോട്രോപ്പിൻ ആണ് വളർച്ചാ വൈകല്യങ്ങൾ വന്നാൽ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ വൈറൽ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഇന്റർഫെറോണുകൾ, പ്രമേഹത്തിന് ഇൻസുലിൻ, വേദനയ്ക്ക് എൻഡോർഫിൻ, വളർച്ചാ വൈകല്യങ്ങൾക്ക് സൊമാറ്റോട്രോപ്പിൻ. അടുത്തത് ജനിതക പരിഷ്കാരം മുന്നോട്ട് വയ്ക്കുന്ന ഭാവിയുടെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് മരുന്നു തരും മൃഗങ്ങൾ. ഓക്കെ, ഫാം അനിമൽസ്. ജനിതക പരിഷ്കാരം മുന്നോട്ട് വയ്ക്കുന്ന ഭാവിയിലെ വാഗ്ദാനങ്ങളിൽ ഒന്ന് എന്താണ്? മരുന്നു തരും മൃഗങ്ങൾ അഥവാ ഫാം അനിമൽസ് ആണ്. മനുഷ്യന് ആവശ്യമായ ഇൻസുലിൻ്റെയും വളർച്ചാ ഹോർമോണുകളുടെയും ജീനുകളെ പശു, പന്നി മുതലായ ജന്തുക്കളിലേക്ക് സന്നിവേശിപ്പിച്ച് അവയെ മാറ്റുന്നതാണ് മരുന്നു തരും മൃഗങ്ങളാക്കിയിട്ട്. ഓക്കെ, മനുഷ്യന് ആവശ്യമായ ഇൻസുലിൻ അതുപോലെ തന്നെ വളർച്ചാ ഹോർമോണുകളുടെയും ജീനുകളെ പശു, പന്നി മുതലായ ജന്തുക്കളിലേക്ക് എന്ത് ചെയ്യുന്നു? സന്നിവേശിപ്പിക്കുന്നു. ഓക്കെ, അവയിലേക്ക് മാറ്റുന്നതാണ്. അങ്ങനെയാണ് അവയെ മരുന്നു തരും മൃഗങ്ങളാക്കിയിട്ട് മാറ്റുന്നത്. ഇനി ജനിതക എഞ്ചിനീയറിംഗിൻ്റെ ഏറ്റവും ആധുനികമായ തലം ആണ് ജനിതക എഡിറ്റിംഗ്. ഓക്കെ, ജനിതക എഞ്ചിനീയറിംഗിൻ്റെ ഏറ്റവും ആധുനികമായ തലമാണ് ജനിതക എഡിറ്റിംഗ്. ജനിതക എഡിറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും കാര്യക്ഷമമായ ജനിതക കത്രികയാണ് CRISPR Cas9. ഓക്കെ, CRISPR Cas9. CRISPR Cas9ൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് Cas9 എന്ന എൻസൈമും ഒരു ഗൈഡഡ് RNAയും. ഓക്കെ, Cas9 എന്ന എൻസൈമും അതുപോലെ തന്നെ ഒരു ഗൈഡഡ് RNAയുമാണ് അടങ്ങിയിട്ടുള്ളത്. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA പ്രൊഫൈലിംഗ്. ഓക്കെ, ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ അറിയപ്പെടുന്നതാണ് DNA പ്രൊഫൈലിംഗ്. DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടുപിടിച്ചത് ആരാണ്? അലക് ജെഫ്രിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടുപിടിച്ചത് അലക് ജെഫ്രിയാണ്. 1984ലാണ് കണ്ടുപിടിക്കുന്നത്. അടുത്തത് ഓരോ വ്യക്തിയിലെയും വിരലടയാളം വ്യത്യസ്തമായിരിക്കുന്നത് പോലെ DNA-യിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണവും വ്യത്യസ്തമായിരിക്കും. ഓക്കെ, നമ്മുടെ വിരലടയാളം വ്യത്യസ്തമായിരിക്കുന്നത് പോലെ തന്നെ DNA-യിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. DNA-യിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വ്യത്യസ്തമാണ് എന്ന് കണ്ടെത്തൽ വഴിതെളിച്ച സാങ്കേതിക വിദ്യ. ഓക്കെ, DNA-യിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വ്യത്യസ്തമാണ് എന്ന് കണ്ടെത്താൻ വഴിതെളിച്ച സാങ്കേതിക വിദ്യ ഏതാണ്? DNA ഫിംഗർ പ്രിന്റിംഗ് ആണ് കേട്ടോ. DNA ഫിംഗർ പ്രിന്റിംഗ്.
അടുത്തത് കൊലപാതകം, മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നടന്ന സ്ഥലത്തു നിന്ന് ലഭിക്കുന്ന ത്വക്കിൻ്റെ ഭാഗം, മുടി, നഖം, രക്തം, മറ്റ് ശരീരദ്രവങ്ങൾ എന്നിവയിലെ DNA പരിശോധനയിലൂടെ നമുക്ക് എന്തിനു പറ്റും? കുറ്റവാളികളെ കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്, ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കാം. അടുത്തത് ജനിതക മാറ്റം വരുത്തി സൃഷ്ടിക്കുന്ന മാരക രോഗാണുക്കളെയും ജൈവ സാങ്കേതിക വിദ്യയിലൂടെ പെരുപ്പിച്ചെടുക്കുന്ന രോഗാണുക്കളുടെയും ശത്രുക്കളുടെ മേൽ പ്രയോഗിക്കുന്ന യുദ്ധരീതിയാണ് ജൈവായുധം. ഓക്കെ, ജനിതക മാറ്റം വരുത്തി സൃഷ്ടിക്കുന്ന മാരക രോഗാണുക്കളെയും ജൈവ സാങ്കേതിക വിദ്യയിലൂടെ പെരുപ്പിച്ചെടുക്കുന്ന രോഗാണുക്കളെയും ശത്രുക്കളുടെ മേൽ പ്രയോഗിക്കുന്ന യുദ്ധരീതിയാണ് ജൈവായുധം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ നാളെയുടെ ജനിതകം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എല്ലാ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ PDF പറ്റിയാൽ ഞാൻ ടെലഗ്രാമിൽ ഇടുന്നതാണ്. അപ്പോൾ നോട്ട്സ് വേണ്ടവർ അതിൽ നിന്നും പോയിട്ട് എടുക്കുക കേട്ടോ. ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് എടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ നാളെയുടെ ജനിതകം എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. എല്ലാ ക്വസ്റ്റ്യൻസിനും അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാം. അപ്പോൾ ഇതുപോലെ SCRT പാഠഭാഗങ്ങളും അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്